എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചതുരക്കട്ടയുടെ ഒരു വുഡൻ ബ്ലോക്കിന്റെ വോളിയം, അതായത് വോളിയം എന്ന് പറയുന്നത് വ്യാപ്തം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. എങ്ങനെയാണ് നമ്മൾ വ്യാപ്തം കണ്ടുപിടിക്കുക? വോളിയം വോളിയം ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് അല്ലേ. എൽ എന്ന് വെച്ചാൽ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ വോളിയം വ്യാപ്തം കണ്ടുപിടിക്കുക. ഇനി ഇവിടെ ഞാൻ ഒരു ചതുരക്കട്ട വരയ്ക്കുന്നു. ഓക്കെ, ഇതൊരു ചതുരക്കട്ട. ഈ ചതുരക്കട്ടയുടെ നീളം ലെങ്ത് നമുക്കിപ്പോൾ ഒരു 9 സെന്റിമീറ്റർ. ലെങ്ത് 9 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ വീതി അറിയാം. വീതി ഒരു 4 സെന്റിമീറ്റർ. അപ്പൊ വീതി 4 സെന്റിമീറ്റർ. ഇനി ഇതിന്റെ വോളിയം നമുക്ക് തന്നിട്ടുണ്ട്, അതായത് വ്യാപ്തം തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ വോളിയം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 180 ക്യൂബിക് സെന്റിമീറ്റർ അല്ലെ. ക്യൂബിക് സെന്റിമീറ്റർ അതായത് ഘന സെന്റിമീറ്റർ ആണ് വോളിയം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉയരം എത്രയായിരിക്കും ഉണ്ടാവുക? ഇതാണ് ചോദ്യം. നമുക്ക് നീളവും വീതിയും ഉയരവും തന്നു കഴിഞ്ഞാൽ വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നമുക്കറിയാം അല്ലേ. ഇവിടെ എന്താണ് ചോദ്യം? ഇവിടെ നമുക്ക് നീളം തന്നിട്ടുണ്ട്, ഇവിടെ നമുക്ക് വീതി തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്. എത്രയായിരിക്കും ഇതിന്റെ ഈ ചതുരക്കട്ടയുടെ ഹൈറ്റ്, ഉയരം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ചെയ്യും? അല്ലെങ്കിൽ നമുക്ക് ഉയരം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം നീളം, അതായത് എൽ ഇൻറ്റു ബി ഇൻറ്റു വീതി ഇൻറ്റു എച്ച് അല്ലേ. ഇത് മൂന്നും ഗുണിച്ചാലാണ് നമുക്ക് വോളിയം കിട്ടുക അല്ലേ. അപ്പൊ ഇത് മൂന്നും ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 180 കിട്ടുക അല്ലെ. അതാണ് വോളിയം. അപ്പൊ എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് എത്രയാണ്? 180 അല്ലെ. അപ്പൊ എല്ല് നമുക്കറിയാലോ, നമുക്കറിയാം 9 അല്ലെ. അപ്പൊ എല്ലിന് പകരം 9 ഇൻറ്റു ബി എത്രയാണ്? ഇതിന്റെ ബ്രെഡ്ത്ത് അല്ലെ, അതായത് വീതി 4 ഇൻറ്റു ഇതിന്റെ ഹൈറ്റ് നമുക്കറിയില്ല അല്ലെ. അപ്പൊ ഇത് ഹൈറ്റ് എച്ച് തന്നെ എടുക്കട്ടെ, സീക്വൽ ടു 180. നമുക്ക് 9 ഇൻറ്റു 4 എത്രയാണ്? 36 അല്ലെ. അപ്പൊ 36 ഇൻറ്റു എച്ച് ഈസ് ഈക്വൽ ടു 180. അതായത് 36നെ എച്ച് കൊണ്ട്, ഇതിന്റെ ഉയരം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എത്രയായിരിക്കും? ഇപ്പൊ നോക്കിയേ, ഉദാഹരണത്തിന് നോക്കിയാൽ ഇപ്പൊ ഒരു സംഖ്യയെ നാം 2 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 10 ഉത്തരം കിട്ടി. ഏതോ ഒരു സംഖ്യ, ആ സംഖ്യയെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് ഉത്തരം 10 കിട്ടി. അപ്പൊ ഈ സംഖ്യ എത്രയായിരിക്കും? നമുക്ക് പെട്ടെന്ന് അറിയാം അല്ലെ. സംഖ്യ എത്രയായിരിക്കും? 5 അല്ലെ. 5നെ 2 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 10 കിട്ടുക. വേറെ ഏത് സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടില്ല. അപ്പൊ നമുക്ക് ഈ 5 എങ്ങനെ കിട്ടി? 5 കിട്ടിയത് നാം 10നെ ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലെ. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതേപോലെ ഇവിടെ നോക്കിയേ, 36നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചു, എച്ച് കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 180 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ എച്ച് എത്രയായിരിക്കും? എച്ച് ഇവിടെ നമുക്ക് ഹരിച്ചില്ലേ, 10നെ നാം 2 കൊണ്ട് ഹരിച്ചു അല്ലെ. അപ്പൊ നമുക്ക് ഈ സംഖ്യ കിട്ടി, അറിയാത്ത സംഖ്യ കിട്ടി. അതേപോലെ 180നെ നമുക്ക് എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? ഈ 36 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഏത് കിട്ടും? ഈ എച്ച് നമുക്ക് എത്രയാണെന്ന് കിട്ടും. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് എച്ച് എങ്ങനെ കണ്ടുപിടിക്കാം? എച്ച് ഈസ് ഈക്വൽ ടു 180 ഹരിക്കണം 36. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടി. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് നമ്മൾ ഇപ്പൊ പെട്ടെന്ന് ഹരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ. നമ്മൾ മുമ്പ് ചെയ്യാറുള്ള പോലെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് ഇതിന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അതല്ലെങ്കിൽ വേറെ പണി എന്താന്ന് നോക്കിയാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ പണി. നമുക്കറിയാം 36 നമ്മളിവിടെ ഗുണിച്ചു അല്ലെ. 36 ഇൻറ്റു എച്ച് ഈസ് ഈക്വൽ ടു 180 അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ ചെയ്ത അതേ പണി ഇവിടെ ചെയ്യാം. 36 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് പകരം എന്ത് ചെയ്യാം? 9 ഇൻറ്റു 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. മനസ്സിലായില്ലേ? നമ്മുടെ 36 ഇൻറ്റു എച്ച് ഈസ് ഈക്വൽ ടു 180 കിട്ടി. അപ്പൊ നമുക്ക് എച്ച് ഈസ് ഈക്വൽ ടു 180/36 എന്ന് എഴുതി അല്ലെ. അതായത് എച്ചിന്റെ കൂടെ ഉള്ളത് നമുക്ക് ഇവിടെ എന്തായി വന്നി, അതുകൊണ്ട് നമ്മൾ ഹരിക്കുന്നു. ഇപ്പൊ ഇവിടെ അതേപോലെ നമുക്ക് ചെയ്യാം. എന്ത് ചെയ്യാം? 180ന് അപ്പൊ ഇങ്ങോട്ട് പോവാതെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടുന്ന് തന്നെ ഇവിടെ നമുക്ക് ഇത്ര കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എന്ത് ചെയ്യാം? എച്ച് ഈസ് ഈക്വൽ ടു, കണ്ട ശ്രദ്ധിക്കുക, എച്ച് ഈസ് ഈക്വൽ ടു 180നെ ബൈ ഏത് 9 ഇൻറ്റു 4 കണ്ട 9 ഇൻറ്റു 4. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്ക്. നമ്മൾ ഈ 9 ഇൻറ്റു 4 36. അപ്പൊ 36 കൊണ്ട് ഒറ്റയടിക്ക് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? എച്ച് ഈസ് ഈക്വൽ ടു 180/9 4 ഉണ്ട് ഇവിടെ അല്ലെ. അപ്പൊ 9 ഇൻറ്റു 4.
ഇനി നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? ഇവിടെ നോക്കിയാൽ 180, ഇവിടെ 9. 9ന്റെ ടേബിൾ നോക്കിയാൽ 9, 2 × 9 18. കണ്ട അവിടെ 18 എടുക്കണില്ലേ? 2 × 9 18. അതായത് നമുക്ക് 9 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ 9നെ നോക്കിയാൽ എത്ര? 18ൽ എത്ര 9 ഉണ്ട്? 2 9 ഉണ്ട് അല്ലെ? 2 9 ഉണ്ട്. പിന്നെ ഇവിടെ ഒരു 0 ബാക്കിയുണ്ട്. ആ 0 നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 20 എന്ന് കിട്ടിയവിടെ അല്ലെ? അപ്പൊ 9 പോയി കിട്ടി. ഇനി ബാക്കി ആരാ ഉള്ളത്? 20/4 അല്ലെ? അപ്പൊ 20/4. 20/4 നമുക്കറിയാലോ എത്രയാണ്? 5 × 4 20 അല്ലെ? അപ്പൊ 5 പ്രാവശ്യം. അപ്പൊ ഇതിന്റെ ഹൈറ്റ് എത്രയായിരിക്കും? 5. അപ്പൊ 5 സെന്റിമീറ്റർ ആയിരിക്കും ഇതിന്റെ ഉയരം. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക? ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് വരും? 180. 2 എത്ര 2 ഉണ്ട് അതിൽ? 90 അല്ലെ? ബൈ 36 എത്ര 2 ഉണ്ട്? 18 2. ഇനി വീണ്ടും എന്ത് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് വരും? 45 ബൈ 18ൽ 9. ഇനി നമുക്ക് നോക്കിയേ 9 അല്ലെ? 9നെ 45ന്റെ ടേബിളിൽ അല്ലെ? ഇനി നോക്കിയേ 9ന്റെ ടേബിൾ 45 ഉണ്ട് അല്ലെ? 9 × 5 45. അപ്പൊ നമുക്ക് 5 ആൻസർ കിട്ടി. അതല്ലാത്തവർ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഇതിൽ 3 അളവിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അതിനെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? വോളിയത്തെ നാം ബാക്കി തന്നിട്ടുള്ള 2 അളവുകൾ കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 41. അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, പേജ് നമ്പർ 41 എടുക്കുക. അതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. അതിൽ നോക്കിയാൽ നമുക്കൊരു ടേബിൾ, ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ നമുക്ക് കുറച്ച് അളവുകൾ, അതായത് ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ്, വോളിയം, അത് നീളം, വീതി, ഉയരം, വ്യാപ്തം അല്ലെ? ഇങ്ങനെ കള്ളികൾ തന്നിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ അവർ വിട്ട് കളഞ്ഞിട്ടുണ്ട്. അത് നമ്മളൊന്ന് ഫില്ല് ചെയ്യണം. ഇത്രയുള്ള ചോദ്യം. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ആദ്യത്തെ നോക്കിയാൽ ഒന്നാമത്തത് ലെങ്ത് 3 സെന്റിമീറ്റർ, വിഡ്ത്ത് 8 സെന്റിമീറ്റർ, ഹൈറ്റ് 7 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ വോളിയം എത്രയാണ്? നമുക്കറിയാലോ വോളിയം എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഈസ് ഈക്വൽ ടു നമുക്കറിയാം L × B × H, നീളം × വീതി × ഉയരം അല്ലെ? അപ്പൊ നീളം, വീതി, ഉയരം എല്ലാം നമുക്കറിയാലോ. അപ്പൊ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? B ഈസ് ഈക്വൽ ടു 3 × 8 × 7 ഈക്വൽ ടു 24 അല്ലെ? 24 × 7. 24 × 7 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 24 × 7 168. അപ്പൊ എല്ലാവരും ഒന്ന് ഗുണിച്ചു നോക്കാം. 168 നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം 168 168 ക്യൂബിക് സെന്റിമീറ്റർ അല്ലെ? ക്യൂബിക് അതായത് ഘന സെന്റിമീറ്റർ. അപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങനെയും കൂടി എഴുതും അല്ലെ? ഇങ്ങനെയും കൂടി എഴുതും, ഇങ്ങനെ കൂടി എഴുതും. ഇവിടെ 3 എഴുതും. അപ്പൊ അതിൽ നിങ്ങൾ ഈ രൂപത്തിൽ എഴുതാം. ഇനി നമുക്ക് രണ്ടാമത് എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കിയാൽ, രണ്ടാമത്തത് 6 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ. അപ്പൊ നീളം, വീതി, ഉയരം നമുക്ക് തന്നിട്ടുണ്ട്. വോളിയം കണ്ടുപിടിക്കണം അല്ലെ? നമുക്ക് വോളിയം കണ്ടുപിടിക്കാലോ. V ഈസ് ഈക്വൽ ടു വോളിയം എന്ത് വരും? 6 × 4 × 5 അല്ലെ? അപ്പൊ 6 × 4 എത്രയാണ്? 24 അല്ലെ? 24. അപ്പൊ 24 × 5 എത്ര കിട്ടും? ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 120 കിട്ടും. അപ്പൊ ഒന്ന് ഗുണിച്ച് നോക്കാം. നമുക്ക് 120 ക്യൂബിക് സെന്റിമീറ്റർ. ഓക്കെ. ഇനി നമ്മുടെ മൂന്നാമത്തെ നോക്കിയേ, എന്താണ് അളവ് നമുക്ക് തന്നിട്ടുള്ളത്? നീളം തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ തന്നെ, വീതി നമുക്ക് തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ തന്നെ. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്? ഹൈറ്റ് നമുക്ക് തന്നിട്ടില്ല. കണ്ടില്ലേ? ഹൈറ്റ് നമുക്ക് തന്നിട്ടില്ല. പകരം എന്ത് തന്നിട്ടുണ്ട്? വോളിയം തന്നിട്ടുണ്ട് 48 ക്യൂബിക് സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ ഈ പാർട്ടിന്റെ ആദ്യം പറഞ്ഞിരുന്നു അല്ലെ? ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെ? നമുക്ക് വോളിയം തന്നിട്ടുണ്ടോ? ഇതിൽ ഏതെങ്കിലും ഒരു അളവ് തന്നിട്ടില്ലെങ്കിൽ നാം എന്ത് ചെയ്യണം? അപ്പൊ അത് കാണാത്തവര് ഇത് മാത്രം കാണുന്നവര് തൊട്ട് മുമ്പിൽക്കൊന്ന് പോവാം. അപ്പൊ അത് നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇത് നമുക്ക് വോളിയം തന്നിട്ടുണ്ട്, ഇതിൽ ഏതെങ്കിലും ഒരു അളവ് തന്നിട്ടില്ലെങ്കിൽ നാം എന്ത് ചെയ്യണം? വോളിയത്തെ ബാക്കി തന്നിട്ടുള്ള 2 അളവുകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ ഹൈറ്റ് H ഈസ് ഈക്വൽ ടു ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഹൈറ്റ് ഈസ് ഈക്വൽ എന്ത് ചെയ്താൽ മതി? തന്നിട്ടുള്ള വോളിയം 48. 48നെ നാം ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഈ തന്നിട്ടുള്ള ബാക്കി 2 അളവുകൾ അല്ലെ? അപ്പൊ 6 ഉണ്ട്, 6 × 4. അപ്പൊ നമ്മൾ 6 × 4 ഈ തന്നിട്ടുള്ള 2 അളവുകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും നോക്കിയേ? ഇവിടെ നമുക്ക് എളുപ്പത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ? 48ഉം 6ഉം അല്ലെ? 6ന്റെ ടേബിളിൽ 48 ഇല്ലേ? 6 × 8 48 അല്ലെ? അപ്പൊ നമുക്ക് 6നെ 48ൽ എത്ര 6 ഉണ്ട്? 8 6 ഉണ്ട് അല്ലെ?
6 × 8 48. അപ്പം പെട്ടെന്ന് നമ്മളെ പണി കഴിഞ്ഞു. ഇനി ബാക്കി എന്താ ഉള്ളത്? ബാക്കിയുള്ളത് 8/4 ആണ് ബാക്കിയുള്ളത്. 8/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 അല്ലേ? അപ്പോൾ 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഹൈറ്റ് കിട്ടി 2 സെന്റിമീറ്റർ. ഓക്കെ. ഇനി നാലാമത്തത് എന്താണ് അളവ് തന്നിട്ടുള്ളത് നമുക്ക്? നാലാമത്തത് ലെങ്ത് തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ ലെങ്ത്. ഇനി അതിലെ വിഡ്ത്ത് അല്ലെ, നമുക്ക് വീതി നമുക്ക് തന്നിട്ടില്ല. പകരം തന്നിട്ടുണ്ട് ഹൈറ്റ് തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ. പിന്നെ നമുക്ക് ഇതിന്റെ വോളിയം തന്നിട്ടുണ്ട് 48 ക്യൂബിക് സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ എന്താണ്? നമുക്ക് ഇവിടെ നേരത്തെ പോലെ തന്നെ ഇവിടെ നമുക്ക് വോളിയം തന്നിട്ടുണ്ട്. ഇതിൽ 2 അളവ് തന്നിട്ടുണ്ട്, ഒരളവ് തന്നിട്ടില്ല. അതായത് വിഡ്ത്ത് തന്നില്ല. അപ്പൊ വിഡ്ത്ത് കണ്ടുപിടിക്കാൻ നാം എന്ത് ചെയ്യേണ്ടി വരും? ഈ അളവിനെ വോളിയത്തെ ബാക്കി തന്നിട്ടുള്ള 2 അളവുകൾ കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് വിഡ്ത്ത് അതായത് ബ്രെഡ്ത്ത് അല്ലെ. അപ്പൊ നമുക്ക് വീതിയാണ് കണ്ടുപിടിക്കേണ്ടത്, അത് ബ്രെഡ്ത്ത്. ബി ഈസ് ഈക്വൽ ടു നമുക്ക് വോളിയം അറിയാം 48. അതിനെ എന്ത് ചെയ്യണം? ബാക്കി തന്നിട്ടുള്ള 2 അളവ് 8ഉം 2ഉം അല്ലെ. അപ്പൊ 2 × 8. അപ്പൊ നോക്കിയപ്പോഴേക്ക് ഇവിടെ 48 ഇവിടെ 8 അല്ലെ. 8ന്റെ ടേബിൾ അറിയുന്നവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അല്ലാത്തവർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ പോവാം. മനസ്സിലായില്ലേ? അപ്പൊ 8ന്റെ ടേബിളിലൊക്കെ 6 × 8 48 കണ്ടോ. അപ്പൊ പെട്ടെന്ന് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പൊ ടേബിൾ അറിയാത്തത് നന്നായിട്ട് പഠിക്കാം. 6 × 8 48 അല്ലേ. അപ്പൊ നമുക്ക് 8നെ കട്ട് ചെയ്ത് കളയാം. 48ൽ എത്ര 8 ഉണ്ട്? 6 8 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബാക്കി 6/2 കിട്ടി അല്ലെ. 6/2 എന്ന് വന്നു. സീക്വൽ ടു 6/2 എത്രയാണ്? 6 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 അല്ലെ. അപ്പൊ അടുത്ത് എത്ര കിട്ടി? 3 സെന്റിമീറ്റർ. ഓക്കെ. ഇനി അഞ്ചാമത്തെ തന്നിട്ടുള്ളതെന്ന് നോക്കിയേ. നമുക്ക് ലെങ്ത് നമുക്ക് തന്നിട്ടില്ല. അതേസമയം വിഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ. ഓക്കെ. പിന്നെയോ ഹൈറ്റ് തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ. വോളിയം തന്നിട്ടുണ്ട് 48 ക്യൂബിക് സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ലെങ്ത് എത്രയായിരിക്കും? പിന്നെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക? L ഈസ് ഈക്വൽ ടു ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ ഇവിടെ ചെയ്ത അതേപോലെ തന്നെ വോളിയം തന്നിട്ടുണ്ടല്ലോ. വോളിയം തന്നിട്ടുണ്ട് 48. അതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ബാക്കി തന്നിട്ടുള്ള 2 അളവുകൾ ഏതൊക്കെയാണ്? 2ഉം 2ഉം അല്ലെ. അപ്പൊ 2 × 2. അപ്പൊ നമുക്ക് ആദ്യം ഒരു 2 കൊണ്ട് 14നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. ഒരു 2നെ ഡിവൈഡ് ചെയ്ത് 48 എത്ര 2 ഉണ്ട്? 24 അല്ലെ. 24. അപ്പൊ നമുക്ക് എന്തായാലും 24/2 എന്ന് കിട്ടി അല്ലെ. 24/2 എത്രയാണ്? 24 എത്ര 2 ഉണ്ട്? 12 2 അല്ലെ. അപ്പൊ 12. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ലെങ്ത് കിട്ടി 12 സെന്റിമീറ്റർ. കണ്ട, ഇത് വളരെ എളുപ്പമാണ്. അപ്പൊ തെറ്റാതെ ചെയ്യാം. ഇനി ആറാമത്തെ ഏതാണ് തന്നിട്ടുള്ളത്? ആറാമത്തെ നമുക്ക് തന്നിട്ടുള്ളത് അവിടെ ലെങ്ത് നമുക്ക് തന്നിട്ടില്ല. വിഡ്ത്ത് 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലെ. പിന്നെയോ ഹൈറ്റ് തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ. ഇതിന്റെ വോളിയം തന്നിട്ടുണ്ട് 80 സെന്റിമീറ്റർ എന്ന് എഴുതിയത് ക്യൂബിക് സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? നമുക്ക് നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെ ചെയ്യാം. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ലെങ്ത് കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ L ഈസ് ഈക്വൽ ടു ലെങ്ത് കണ്ടുപിടിക്കാൻ വോളിയം തന്നിട്ടുണ്ട്. വോളിയം 80 പിന്നെ തന്നിട്ടുള്ള 2 അളവുകൾ ഏതൊക്കെയാണ്? 2ഉം 4ഉം അല്ലെ. വിഡ്ത്തും ഹൈറ്റും. അപ്പൊ 2 × 4 ഈക്വൽ ടു എന്ത് വരും നോക്കിയേ. നമുക്ക് പെട്ടെന്ന് തന്നെ 80 ഇത് 2 അല്ലെ. ഡിവൈഡ് ചെയ്യാലോ. 2 80ൽ എത്ര 2 ഉണ്ട്? 40 42 ഉണ്ട് അല്ലെ. ഓക്കെ. ഇനി എന്ത് തോന്നുന്നു? അപ്പൊ നമുക്ക് 40/4 എന്ന് തോന്നുന്നു. 40/4 എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കറിയാലോ അല്ലെ. 4ന്റെ ടേബിൾ 10 × 4 40. അപ്പൊ 10. ഇവിടെ നമുക്ക് 10 സെന്റിമീറ്റർ. ഇനി അടുത്ത അളവ് ഏഴാമത്തെ അളവ് എന്താണ് തന്നിട്ടുള്ളത്? ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 14 സെന്റിമീറ്റർ. വിഡ്ത്ത് നമുക്ക് തന്നിട്ടില്ല. പകരം തന്നിട്ടുണ്ട് ഹൈറ്റ് തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ അല്ലെ. പിന്നെയോ വോളിയം തന്നിട്ടുണ്ട് 210 ക്യൂബിക് സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഇതിന്റെ വിഡ്ത്ത് അല്ലെ, ഇതിന്റെ വീതി നമ്മൾ കണ്ടുപിടിക്കണം. അതായത് LBH ബി നമുക്ക് അറിയില്ല. അപ്പൊ B ഈസ് ഈക്വൽ ടു വിഡ്ത്ത് B ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നമുക്ക് വോളിയം തന്നിട്ടുണ്ട് അല്ലെ. വോളിയം 210 ആണ്. ബൈ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ലെങ്ത് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട് അല്ലെ. ലെങ്ത് 14 ഇൻറ്റു ഏതാണ്? ഹൈറ്റ് തന്നിട്ടുണ്ട് 5. നമ്മളിവിടെ ചെയ്ത അതേ കാര്യം തന്നെ അല്ലെ. സംഖ്യ ഒത്തിരി കൂടി വലുതായി അന്നേ വ്യത്യാസമുള്ളൂ.
അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും? ഒന്നുകിൽ 210 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 14 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അതേപോലെ പോവാം. അതല്ലെങ്കിൽ നമുക്ക് വേഗത്തിൽ ചെയ്യാൻ എന്താ പണി? ഇവിടെ 0 ആണ്, ഇവിടെ 5 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് 5 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ല? 5 കൊണ്ട് നമുക്ക് 210, കാരണം ഇവിടെ 0 അല്ലെ, 1ന്റെ സ്ഥാനത്ത് 0ഉം 5ഉം വന്നു കഴിഞ്ഞാൽ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിനെ 5 കൊണ്ട് എളുപ്പത്തിൽ ഡിവൈഡ് ചെയ്യാം. അതായത് നോക്കിയാൽ 210നെ നാം 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 5 അല്ലേ? അത് 22 പോകില്ല, 21 എത്ര 5 ഉണ്ട്? 4 5, 5 × 4 20 അല്ലേ? ബാക്കി 1 0. ഈ 10 എത്ര 5 ഉണ്ട്? 10 2 5 അല്ലേ? 2 × 5 10 കണ്ട. അപ്പോൾ നമുക്കിവിടെ 42 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ 5നെ 210 എത്ര ഉണ്ട്? 42. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിവിടെ എന്തുവായി? 42/14 ആയി. ഈ 5 പോയി. ഇനി നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 2നെ അല്ലേ? 42 ഇതിന് 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 42 എത്ര 2 ഉണ്ട്? 21 2 അല്ലെ? 21 2 ഉണ്ട്. 17 എത്ര 2 ഉണ്ട്? 7 2 ഉണ്ട്. ഇനി നോക്കിയാൽ 21/7 എത്ര? 7ന്റെ ടേബിള് 3 × 7 21 അല്ലേ? അപ്പൊ നമുക്ക് 3 എന്ന് കിട്ടി. ഇവിടെ ആൻസർ ഇവിടുത്തെ എത്രയായിരിക്കും? 3 സെന്റിമീറ്റർ. അപ്പൊ ഇത് നിങ്ങൾക്ക് 210നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം? 210നെ നമ്മൾ 210ഉം 14 അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇതിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്കിവിടെ എന്ത് വരും? 210 105 എന്ന് വരും. 105 ഇവിടെ 14ന് പകരം 7 എന്ന് വരും. മനസ്സിലായില്ലേ? അതേ രൂപത്തിൽ ചെറുതാക്കി കൊണ്ടുവന്ന് ചെയ്യാം. അപ്പൊ ടേബിൾ നന്നായിട്ട് അറിയുന്നവർക്ക് പെട്ടെന്ന് ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇന്നെന്താണ് പഠിച്ചത്? ഈ 4 അളവുകളിൽ ഏതെങ്കിലും 3 അളവ് തന്നു കഴിഞ്ഞാൽ 4ാമത്തെ അളവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? നീളവും വീതിയും ഹൈറ്റും നമുക്ക് തന്നു കഴിഞ്ഞാൽ 3ഉം കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വോളിയം കിട്ടും. ഇനിയോ ഇതിൽ ഏതെങ്കിലും ഒരു അളവ് നമുക്ക് തന്നിട്ടില്ല, ബാക്കി 2 അളവ് തന്നിട്ടുണ്ട്, വോളിയവും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ വോളിയത്തിനെ ഈ തന്നിട്ടുള്ള 2 അളവുകൾ, ബാക്കി തന്നിട്ടുള്ള 2 അളവുകൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? തെറ്റിക്കില്ലല്ലോ? അപ്പൊ ഇതിലേത് അളവ് നമുക്ക് തന്നിട്ടില്ലെങ്കിലും ആ അളവ് കിട്ടാൻ വോളിയത്തിനെ എന്ത് ചെയ്യണം? നമ്മളിവിടെ ചെയ്തൊക്കെ അതാണ് അല്ലെ? ബാക്കി നമുക്ക് തന്നിട്ടുള്ള 2 അളവുകൾ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3ാമത്തെ, അതായത് നമുക്ക് തന്നിട്ടില്ലാത്ത അളവ് നമുക്ക് കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.